മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു വി സാംസണോടുള്ള ആരാധന മൂലം അദ്ദേഹത്തിന്റെ ചിത്രം വീടിന്റെ ടെറസിന് മുകളിൽ വരച്ചിരിക്കുകയാണ് പാലക്കാട് സ്വദേശിയായ ഒരു യുവാവ്. പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിയായ സുജിത്താണ് തന്റെ വീടിന് മുകളിൽ സഞ്ജുവിന്റെ ഒരു വലിയ ചിത്രം വരച്ചിരിക്കുന്നത്. ഏകദേശം 900 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ചിത്രം വരച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഇത് വലിയ നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ചിത്രം. മാത്രമല്ല സഞ്ജു തന്നെ ഇത് ഷെയർ ചെയ്യുകയും ഇതിനെ കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ മനോഹരമായ രീതിയിലാണ് സഞ്ജു വി സാംസൺ എന്ന ക്രിക്കറ്റ് താരത്തിന്റെ ചിത്രം വീടിന് മുകളിൽ സുജിത്ത് വരച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാണ് സഞ്ജു. രാജസ്ഥാൻ ആണെങ്കിൽ ഇപ്പോൾ പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ചിത്രം എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല സഞ്ജുവിനെ 2020-ൽ കളിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടം നേടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ചിത്രം വരച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സുജിത്ത്, ഈ ചിത്രം വരച്ച സുജിത്ത് ചേരിയാണ്. സഞ്ജുവിന്റെ വലിയ കടുത്ത ആരാധകനാണ്. അതെ അതെ. അപ്പോൾ സഞ്ജു സെലക്ഷൻ കിട്ടിയല്ലോ ഇന്ത്യൻ ടീമിൽ 2020 കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാരണത്താലും കൂടി വരച്ച ചിത്രമാണ്. എന്താണ് ഇത് വരയ്ക്കാനുണ്ടായത്? 2020-ലേക്ക് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ നേടിയല്ലോ. അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഉൾപ്പെടുത്തിയിട്ട് വരച്ചതാണ്. എത്ര അടിയിലാണ് ഇത് വരച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് 30 അടി വലുപ്പത്തിലാണ് വരച്ചിരിക്കുന്നത്. മെൻഷൻ പെയിന്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എത്ര രൂപയോളം ചെലവ് വന്നിട്ടുണ്ട്? ഏകദേശം പെയിന്റ് ഒക്കെ പാടെ ഒരു 8-10 രൂപ മുകളിലായിട്ടുണ്ടാവും. ഇതിനു മുൻപ് ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ, ടോവിനോന്റെ, യുവന്റെ ഒക്കെ വരച്ചിട്ടുണ്ട്. ഏതായാലും ഈ രാജസ്ഥാൻ പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുന്ന ഒരു വേളയാണ്. നേരത്തെ പറഞ്ഞ പോലെ സഞ്ജു ക്രിക്കറ്റ് 2020-ലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അതിനൊക്കെ ഉള്ളൊരു സന്തോഷം തന്നെയാണ് ചിത്രം. തീർച്ചയായും. എന്തായാലും സഞ്ജു ഇപ്രാവശ്യം കപ്പടിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ ഈ വിഷ്വൽസ് നമുക്ക് ഡ്രോണിൽ എടുത്തു തന്നത് കാർത്തിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും എത്താൻ കാരണം നമുക്ക് ആ ഡ്രോൺ ഷോട്ടാണ്. നമ്മൾ വരച്ചെങ്കിൽ പോലും ആ ഒരു ഷോട്ടിൻ്റെ പ്രാധാന്യം വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷ്വൽസും ഒക്കെ പാടെ ഒത്തുകൂടി വന്നപ്പോഴാണ് അത് നല്ല രീതിക്ക് റീച്ച് ആയത്. ഈ സഞ്ജു ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്, എടാ മോനെ സുജിത്തേ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട്. വലിയ സന്തോഷമാണല്ലോ. സന്തോഷം. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അത്, സഞ്ജു കമന്റ് ചെയ്യുന്നത്. കാരണം മുന്നേയും കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വരച്ച ആൾക്കാരെ നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിലുപരി സഞ്ജുവാണ് ഫസ്റ്റ് ടൈം നമ്മൾ വരച്ച ചിത്രത്തിന് റിപ്ലൈ തന്നത്. സന്തോഷമുണ്ട്. എന്താണ് ഈ ജോലി? ഈ പെയിന്റിങ് ഇത്തരം കാര്യങ്ങൾ തന്നെയാണോ? ചിത്രം വരയൊക്കെ തന്നെയാണോ? ഞാൻ ഇവിടെ സ്ഥാപനമുണ്ട് എനിക്ക് കടമ്പഴിപ്പുറത്ത്, നെക്സ്റ്റ് ഇന്റീരിയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്റീരിയർ വർക്കും ആർട്ട് വർക്കും എല്ലാം ചിത്രങ്ങൾ വരയ്ക്കും. ഇന്റീരിയർ നമ്മൾ വീടിൻ്റെ എല്ലാം ഇന്റീരിയർ വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇന്റീരിയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആർട്ട് വർക്കും ഉണ്ട് അതിൻ്റെ ഒപ്പം. അങ്ങനെ ഇനിയിപ്പോൾ എന്താണ് കൂടുതൽ ഇത്തരം ചിത്രങ്ങളൊക്കെ വരയ്ക്കണം എന്നുള്ളതാണ് ആഗ്രഹം ഇതിപ്പോൾ വൈറലായ സാഹചര്യത്തിൽ? ഇനി ഇതിന്ന് കുറച്ച് മാറിയിട്ട് കുറച്ചും കൂടി നല്ല രീതിക്ക് ഉള്ള ചിത്രം വരയ്ക്കാൻ ആഗ്രഹമുണ്ട്. ഈ ഡ്രോൺ ഷോട്ട് വളരെ വൈറലായി മാറിയതിൽ നിങ്ങൾക്കും വലിയ സന്തോഷമാണ്? നല്ല സന്തോഷമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ സുജിത്ത് മുമ്പ് എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫോട്ടോ വരച്ചിട്ടുണ്ട്. സുജിത്തിൻ്റെ കഴിവിന് മുന്നേ തൊട്ട് നമുക്ക് അറിയാം. പക്ഷെ അന്ന് എനിക്ക് വന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വരുന്നവരെ എനിക്ക് അറിയില്ലായിരുന്നു സഞ്ജുവിൻ്റെ ഫോട്ടോ ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്കും കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആയി. കാരണം ഞാൻ രാജസ്ഥാൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത്, അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ഇത് റീച്ച് ആവും, ഇവിടെ കൺഫേം ആയിട്ട് റീച്ച് ആവും, രാജസ്ഥാൻ ഒന്ന് കൊളാബറേഷൻ ഇട്. അപ്പോൾ അവൻ പറഞ്ഞാ അതൊക്കെ അവർ ചെയ്യുമോ? നമ്മൾ ചെയ്യും, നീ എന്തായാലും അത് ഇട്, അത് അവർ ചെയ്യും തന്നെ പറഞ്ഞു. പിന്നെ റിസൾട്ട് കണ്ടില്ല ഇൻസ്റ്റയിൽ. നല്ല റിസൾട്ട്. എന്തായാലും കപ്പടിക്കും, രാജസ്ഥാൻ എന്തായാലും കപ്പടിക്കും, അതിൽ സംശയമൊന്നുമില്ലല്ലോ. എന്തായാലും ഇത് ചിത്രം വരെയൊക്കെ കുഞ്ഞിലെ മുതൽ പഠിച്ചാണ്? എങ്ങനെയാണ്? അമ്മ വരയ്ക്കും, ചിത്രം വരയ്ക്കും. അപ്പോൾ ചെറിയൊരു ഇതുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇപ്പോൾ വരയ്ക്കാൻ തുടങ്ങിയത് ഒരു 5-6 വർഷമായിട്ടുള്ളൂ. നമ്മൾ വരച്ച് കൊടുക്കാനും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട്. മുന്നേ വരയ്ക്കെങ്കിൽ പോലും അത്രയ്ക്ക് അങ്ങോട്ട് കൂടുതൽ ചിത്രം വരയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ടാകുന്നില്ല. എന്തായാലും സുജിത്ത് ഒപ്പം തന്നെ ഡ്രോൺ ഷോട്ട് എടുത്ത അദ്ദേഹം ഉൾപ്പെടെ വലിയ പ്രതീക്ഷയിലാണ് രാജസ്ഥാൻ ഇത്തവണ കപ്പടിക്കും എന്നുള്ളത്. ഏതായാലും ഇന്നിപ്പോൾ ഇന്നത്തെ മത്സരവും വളരെ നിർണായകമാണ്. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബുമായി ഇന്ന് ഏറ്റുമുട്ടുന്ന സമയത്ത് ഒന്നാം സ്ഥാനത്തേക്ക്, പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇടം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് രാജസ്ഥാന്റെ മുന്നിൽ ഇന്നുള്ള ലക്ഷ്യം. ഇത്തവണ ഏതായാലും കപ്പടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് രാജസ്ഥാനും രാജസ്ഥാന്റെ ആരാധകരുമെല്ലാം. ഒപ്പം തന്നെ സഞ്ജുവിന്റെ ആരാധകരും വലിയ ആവേശത്തിലാണ്. ആ ആവേശം തന്നെയാണ് ഇത്തരത്തിലൊരു വീടിന് മുകളിൽ സഞ്ജുവിന്റെ ചിത്രമായി മാറിയിരിക്കുന്നത്.